യോ ബോയ്സ് ആൻഡ് ഗേൾസ് വാട്ട്സപ്പ്. അങ്ങനെ ഒരു ചെറിയൊരു റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ബാക്കിലുള്ള വീഡിയോ, അതായത് പ്രീവിയസ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നടന്നത്. മിനിറ്റ്സ് വിത്ത് മധുരയുടെ മറ്റൊരു എപ്പിസോഡിലോട്ടേക്ക് സ്വാഗതം. ഞാൻ മധുരയോട്ട് പോവാണ്. ഞാൻ ആക്ച്വലി 2 ദിവസത്തേക്ക് വേണ്ടിയാണ് വന്നേക്കണേ. നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഗുരുവായൂർ എക്സ്പ്രസ് ആണ്. എപ്പോഴാണ് ട്രെയിൻ എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണിയാകുമ്പോഴത്തേനും എനിക്ക് തിരിച്ചിവിടെ എത്തണം. അതാണ് 7 മണിയല്ല, ഒരു 6-6:15 ആകുമ്പോഴത്തേനും എനിക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ട്രെയിൻ തിരക്കായിരിക്കുമെന്ന്, ട്രെയിൻ ഡിലേ ആണ് എന്നാണ് പറഞ്ഞത്. ആൻഡ് മധുര വന്നിട്ട് എനിക്ക് 2 ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. ജസ്റ്റ് മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ചുറ്റുപാടൊക്കെ നടക്കണമെന്ന്, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് കാണണമെന്ന്. അമ്പലത്തിൽ കയറാൻ പറ്റിയിട്ടില്ല. നമുക്ക് വേറൊരു ദിവസം വരാം. അത് നടന്നു. നല്ലൊരു ബിരിയാണി കഴിച്ച് ഇനി എനിക്ക് ബൺ പൊറോട്ടയും കൂടെയും കഴിക്കണം. അപ്പോൾ അണ്ണാനഗർ എന്ന് പറഞ്ഞൊരു സ്പോട്ടിൽ ആണ് ബൺ പൊറോട്ടയ്ക്ക് ഫേമസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ കണ്ട് ഉണ്ടെന്ന് പറയപ്പെടുന്നു. എൻ്റെ അവസ്ഥ വേറെ സ്പോട്ട് വല്ലതും ഉണ്ടോയെന്നും കുറച്ച് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ മധുരയിൽ വന്നിട്ട് ബിരിയാണി കഴിച്ചതിൻ്റെ വീഡിയോ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ പരിസരമൊക്കെ കാണണമെങ്കിൽ ജസ്റ്റ് എൻ്റെ പ്രീവിയസ് വീഡിയോയിലോട്ടേക്ക് പോയാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഈ ഓരോ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ചില്ലായിരുന്നു, വേറെ സീനൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നമ്മുടെ ക്യാമറ നൈസായിട്ട് അടിച്ചു പോയി. നമ്മൾ ഗോപ്രോ അതൊരു നെഗടിച്ചൊരു സംഭവമാണ്. ഇത് ഭയങ്കര വെയിലാണ്. എനിക്കെന്തോ ഇവിടെ വന്നിട്ട് വെയിലത്ര സെറ്റാവില്ല. പെട്ടെന്ന് ഇടുക്കിയിലെ തണുപ്പിൽ നിന്ന് കയറി വന്നിട്ടാണെന്ന് തോന്നണം. പിന്നെ ഈ ബാക്കിൽ കിടക്കണ വെയിറ്റ് ഉണ്ടല്ല, ആ വെയിറ്റ് ഇട്ട് നടക്കണത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേറൊന്നും ഇല്ലാണ്ട് നമ്മൾ കുറേ നാൾ വീട്ടിൽ കുത്തി ഇരുന്നിട്ട് ഇറങ്ങിയതല്ലേ. അപ്പം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ചെറുകരി ഉണ്ട്. ഒരു ഫസ്റ്റ് ട്രിപ്പായ കാരണമാണ് ഞാൻ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയാണ് 2 ദിവസം പരിപാടി പ്ലാൻ ചെയ്തേക്കണേ. അപ്പം വേറൊന്നുമില്ല. ഇവിടെ പോടും, ഫുഡ് അടിക്കണ്, നമ്മൾ എന്താ പറയുക, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണോ. 1-2 വീഡിയോ കൂടെ മൈൻഡിലുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 6 വീഡിയോ ഷൂട്ട് ചെയ്ത് ഇത് 7ാമത്തെ വീഡിയോ ആയിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. പറ്റു കിട്ടുന്ന എനിക്കൊരു 4 വീഡിയോ കൂടെ സെറ്റപ്പ് ചെയ്യാം, പോവാം. അപ്പോൾ അത് 10 ദിവസത്തേക്കുള്ള വീഡിയോ ആയി. ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ടാക്കാം. നമ്മളൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, ശ്രീ മീനാക്ഷി ബൺ പൊറോട്ട. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇർഫാൻ അറിയാമായിരിക്കുമല്ലോ. ഇർഫാൻ ബ്ലോഗ്സ് തമിഴിലുള്ള ഒരു ഫേമസ് ഫുഡ് ബേസ്ഡ് കോണ്ടന്റ് ക്രിയേറ്ററാണ്. പുള്ളിക്കാരൻ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയൊരു സ്പോട്ടാണ്. എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ അധികം അവരുടെ പുള്ളിയുടെ വീഡിയോ കാര്യങ്ങളൊന്നും കണ്ട് നിന്നിട്ടില്ല. കാരണം നമുക്കധികം ഒരുപാട് വീഡിയോ നിന്ന് കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ഇപ്പം സ്പോട്ട് കണ്ടുപിടിച്ചു. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ മിച്ചമുണ്ട്. ഞാനിപ്പം വഴി കിട്ടി തിരിച്ച് വന്നേക്കുവാണ്. പുറത്തോട്ടേക്കുള്ള റൂട്ട് കണ്ടുപിടിക്കണം. അണ്ണാ ഇതിലെ പോയി കഴിഞ്ഞാൽ റോഡിലോട്ടേക്ക് പോവോ, മെയിൻ റോഡിലേക്ക് പോവോ? എங்கே പോകണം എനിക്ക്? അപ്പോൾ ആ അണ്ണൻ എനിക്ക് ഇവിടെ റോഡിലോട്ടേക്ക് ആക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഡാൻസിനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 24 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് കാണിക്കുന്നുള്ളൂ. നമുക്കപ്പം എന്നാൽ പോയേക്കാം അല്ലേ? അപ്പം വേറെ ഒന്നുമില്ല. ഞാൻ ആ സ്പോട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ. ഈ ഒരു ഏരിയ നോക്കിക്ക് നല്ല രസമുണ്ട് അല്ലേ? ഇത് വളരെ ക്രൗഡഡ് ആണ് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോലെ. എന്നാൽ പോലും ഒരു ഒതുങ്ങിയൊരു സ്ഥലം. വൈകുന്നേരം ആയപ്പോഴത്തേനും രാവിലത്തെ അത്ര ഹെറ്റിക്കായിട്ടുള്ളൊരു വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇവിടെ മൊബൈൽ ഷോപ്പുകൾ വളരെ കൂടുതലാണ് കേട്ടോ. മൊബൈലിൻ്റെ റിപ്പയർ ഏരിയയും അതേപോലെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പം ഞാനിവിടെ വന്ന് ഈ ഒരു ദിവസം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പരിപാടിക്ക് ഓരോ ഏരിയ ആണ്. ഫ്രൂട്ട്സ് വാങ്ങാനൊരു ഏരിയ, വെജിറ്റബിൾസ് വാങ്ങാനൊരു ഏരിയ, കണ്ടോ ഫുൾ മൊബൈൽ ഷോപ്പ്. അപ്പം എന്തായാലും ആ ഒരു പുള്ളിക്കാരൻ ലിഫ്റ്റ് വന്നത് നന്നായി. ഇത് കണ്ടോ 4 മിനിറ്റ് ഉണ്ടായിരുന്നത്
1.6 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞ് ചുരുങ്ങി ശരിക്കും ഒരു ഷോട്ട് തന്നെയായിരുന്നു. നമ്മൾ പറയും നമ്മൾ ഭയങ്കര ടയർഡായിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സിറ്റുവേഷൻ വരെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രസമാണ് കാര്യങ്ങൾ. പോണ വഴിക്ക് നോക്കിക്കേ, മധുരൈ പോസ്റ്റ് ഓഫീസിൻ്റെ ഹെഡ് ഓഫീസ് വലിയ ബിൽഡിങ്ങാണ്, നല്ലൊരു ഫ്രെയിം. ഏതാ ദൂരം എനിക്ക് പറ്റിയ അബദ്ധം കേൾക്കടാ നിങ്ങൾ. ഞാൻ ലൊക്കേഷൻ ഇട്ട് മാറിപ്പോയി. റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തേ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഞാൻ ഇപ്പുറത്തേക്ക് കടന്ന്. എന്താ അവസ്ഥയാ നോക്കണേ. 6 കിലോമീറ്റർ ഇങ്ങനെ അപ്പുറം ആ കോപ്പ് ബൺ പൊറോട്ട കടയിലേക്ക്. വേറെ വല്ല ഓൾട്ടർനേറ്റീവ് ഇട്ടോ വേറെ വല്ല കട ഇട്ടോ നോക്കട്ടെ. എനിക്ക് എന്നെ കൊണ്ട് വയ്യ. ശരിയെന്നാ. അതായത് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാലം കയറി അപ്പുറത്തോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് ഉണ്ടാവുന്ന പറഞ്ഞേ. അവിടെ നിന്ന് ബസ് കയറി പോളിഷിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് വന്നല്ലോ, അതാരോടെങ്കിലും ചോദിക്കണം. ബസ് കയറി പോയി കഴിഞ്ഞാൽ പൊറോട്ട കിട്ടുന്ന സ്ഥലത്തെത്തും എന്ന് അവർ പറയുന്നു. നോക്കട്ടെ എന്താ അവസ്ഥ. അത് ഇനി 2-3 വീഡിയോ എടുക്കണ കാര്യമൊക്കെ തീരുമാനമാണ് കേട്ടോ. ഞാൻ 1 മണിക്കൂറിനുള്ളിൽ പോയിട്ട് വരണം. ട്രെയിൻ അല്ലെങ്കിൽ ചിലപ്പോൾ മിസ്സായി കഴിഞ്ഞാലേ ഞാൻ ഇന്നിവിടെ ലോക്കും ആവും. അതേപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റിൻ്റെ കാശും പോകും. ഓ വല്ലാത്തൊരു ദിവസം തന്നെയുണ്ട്. എന്തായാലും നമ്മൾ ബൺ പൊറോട്ട കഴിച്ചിട്ട് മധുരയിൽ നിന്ന് പോവുള്ളൂ. ഞാൻ ഈ പാലത്തിൻ്റെ മുകളിൽ ചെന്നപ്പോഴത്തേര് ഇവിടെ കുറച്ച് ലോക്കൽ വീടുകളുടെ ടെറസുകളാണ്. മൊട്ടമാടി ഇവിടെ ഒരു ബാലാജി ഹോട്ടലുണ്ട്. അതിൻ്റെ അവിടെ ആ ഒരു ബൺ പൊറോട്ട കിട്ടുമെന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് 850 മീറ്റർ ഉള്ളൂ. അപ്പോൾ അധികം ദൂരത്ത് പോകണ്ട. ദൂരത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന് വരവ് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം 5:22 അപ്പോൾ നമുക്കൊരു 6 മണി 6:30 ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും റെയിൽവേ സ്റ്റേഷനിലുള്ളതായിരിക്കും നല്ലത്. കാരണം ട്രെയിൻ മിസ്സാക്കണ്ടല്ലോ. സോ ബാലാജി ഹോട്ടലിലേക്ക് പോകാം. ഇവിടെ അടുത്താണ്. ഹോട്ടലിൽ അവിടെ എത്തിയിട്ട് ഞാൻ പറയാം. ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിക്കാം. എൻ്റെ പൊന്നെ ഇങ്ങനെ പറയത്തില്ലായിരിക്കും. നോക്കാല്ലേ. ബോയ്സ് ആൻഡ് ഗേൾസ്, ഇതാണ് നമ്മുടെ ബാലാജി റെസ്റ്റോറൻറ്റ്. പക്ഷേ പണി കിട്ടി. ഇപ്പം ബൺ പൊറോട്ട ആയിട്ടില്ല. കുറച്ച് ഫ്രണ്ടിൽ പോയിട്ട് ലെഫ്റ്റിലോട്ടേക്കുള്ള വഴിയിലോട്ടേക്ക് കയറുമ്പോഴത്തേനും റെസ്റ്റോറൻറ്റ് ഉണ്ടാവുമെന്നാണ് പറയണേ. നോക്കാം നമുക്ക്. അങ്ങനെ ഫൈനലി നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ബൺ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പോയി ബൺ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്യാം. ആൻഡ് എവിടെയാണ്? ഓക്കെ, ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഇൻറ്റീരിയർ വരട്ടെ. കൊള്ളാം കേട്ടോ. ഇവിടെ നല്ല ബിരിയാണി ഉണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. എനിക്കാണെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു സാധനമാണ്. പക്ഷേ എല്ലാത്തിനെയും കൊണ്ട് ജിഗർദണ്ഡ ഇത് അത്യാവശ്യം മധുരയിൽ സ്പെഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. കോലം നോക്കിക്ക് എൻ്റെ ഹൈ അടുത്ത്. അപ്പം നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. വേറെ എന്തൊക്കെ ഫുഡുകൾ ഇവിടെ ഉണ്ടെന്ന് നോക്കാം. ചിലപ്പോൾ പറ്റുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പാഴ്സലും കൂടെ കൊണ്ടുപോകാം നൈറ്റ് കഴിക്കാൻ വേണ്ടി. അതായത് മധുരയിൽ ഇനി എന്നാ വരണേ. അപ്പം മധുരയിലെ ഫുഡോ കാര്യങ്ങളോ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, മറ്റേ ഫുഡ് കഴിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ. മധുരയിൽ തമിഴ്നാട്ടിൽ മിക്കപ്പോഴും ഇലയിലായിരിക്കും ഫുഡ് തന്നെ. ഒരു കാര്യം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഇലയിൽ ഫുഡ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ഞാനൊരു വെള്ളമൊക്കെ തുള്ളി ഒന്ന് നീറ്റാക്കാന്നുള്ളതാണ്. അപ്പോൾ ഓർഡർ എടുക്കാൻ ആരും ഇതുവരെ വന്നിട്ടില്ല. ഓർഡർ എടുക്കാൻ ആൾ വരട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ബൺ പൊറോട്ട എത്തിയിരിക്കുന്നത്. ഇതാണ് ബൺ പൊറോട്ട. വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. സാധനം കൊള്ളാം. ഇതിൽ ഒരു മട്ടൻ സാലനയും ചിക്കൻ സാലനയും ഉണ്ട്. പീസൊന്നുമില്ല. മട്ടൻ സാലന കുറച്ച് തിക്കാണ്. ഞാനൊരു നാട്ടുകോഴി സുക്കയും കൂടെയും പറഞ്ഞിട്ടുണ്ട്. ക്വൈറ്റ് എക്സ്പെൻസീവ്. 200 സംതിങ് ആണ്. കുഴപ്പമില്ല, ട്രൈ ആക്കി നോക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം വന്നിരിക്കുകയാണ്. നാട്ടുകോഴി അത്യാവശ്യം ഹെവി ആകുന്നു. സോ വി ഹാവ് ലോട്ട്സ് ഓഫ് പ്രോട്ടീൻ. ആ ഒരു കാര്യത്തിൽ എന്തായാലും ഓക്കെ. ഈ ബണ്ണിൻ്റെ ഈ ഒരു സൈഡിൽ ഞാൻ എടുത്തു. ഓക്കെ, ബൺ പൊറോട്ട എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു
കശപ്പാടിലുണ്ടായിരുന്ന മൺ പൊറോട്ട ഒക്കെയാണ്, ഉള്ളിൽ അത്യാവശ്യം സോഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്ക് ഒരു കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടോടെ കിട്ടണമെന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ സിറ്റുവേഷൻസും കാര്യങ്ങളും ഇതായ കാരണം നമുക്ക് വേറെ ഒന്നും പറയണ്ട, ഓക്കെയാണ്. ഉള്ള വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിറച്ച് എണ്ണയാണ്. മട്ടൻ സാറിന് ഓക്കെ, ബട്ട് ഇത് എനിക്ക് അത്ര സെറ്റായില്ല. ഇനി ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം. ഓക്കെ, നമ്മൾ ചെറിയൊരു പൊറോട്ട എടുക്കാം. അത് ചൂട് നാട്ടുകോഴിയിൽ നിന്ന് ഒരു കഷ്ണം തന്നെ എടുക്കുക. എൻ്റെ മറ്റേ നാട്ടുകോഴി വറുത്താണ് എന്ന് തോന്നുന്നു. വെള്ളം ഇങ്ങനെ മാറ്റി വെച്ചിട്ട് പൊറോട്ട നാട്ടുകോഴിയിലേക്ക്, ചൂട് നല്ല പ്രതീക്ഷയുണ്ട് ഗൈസ്. കാരണം ചിക്കൻ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ര സോഫ്റ്റാണ്. വർത്തിട്ട് അടിപൊളി. എനിക്ക് ഈ മൺ പൊറോട്ടയ്ക്കല്ല എനിക്കിപ്പം ഇന്നത്തേക്ക് ഫീൽ ചെയ്തത്. ഈ നാട്ടുകോഴി കുളമ്പിൽ എൻ്റെ പൊന്നെ ഇത് മിസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ മധുരൈ ട്രിപ്പ് നാട്ടോ ഫുൾഫില്ലായേ. ഓക്കെ, നമുക്ക് പ്ലേറ്റിൽ നിന്ന് എന്തായാലും ഈ ഇവനെ അങ്ങനെ എടുക്കാം. നമുക്ക് അത്യാവശ്യം ഹെവി പീസാവും. ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ പീസസ് ആയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ഗ്രേവിയും കൂടെ ഇങ്ങോട്ടേക്ക് കമത്താം. സാലിനയുടെ കാര്യം എന്ന് പറയാമേ, സാലിന ഇത് ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് എത്ര സെറ്റെന്ന് തോന്നുന്നില്ല. ഇത് വലിയ കുഴപ്പമില്ല. എനിക്കൊരു പ്രോ ഫുഡ് ബ്ലോഗർ ആവാൻ പറ്റുമോ നോക്കട്ടെ. ഇതിൻ്റെ ടേസ്റ്റിംഗ് ആൻഡ് എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിപ്പോൾ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം? ശരിക്കും നമ്മൾ ബിരിയാണി കഴിക്കാൻ പോയ ഷോപ്പുണ്ടല്ലോ, അപ്പോൾ എനിക്ക് മട്ടൻ ഗ്രേവി ഒരു മട്ടൻ ഗ്രേവി തന്നു. പക്ഷേ അതിൽ 4-5 കഷ്ണം മട്ടൻ, അത് അൾട്രാ ഹെവി ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അതാണ് ഞാൻ ഫുഡൊന്ന് കഴിക്കുന്നത്. ഫുഡൊന്ന് കഴിച്ച് സമയം 6 റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. നാട്ടുകോഴി എത്രത്തോളം അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ടും മതിയാവുന്നില്ല. ഇത് ചുമ്മാ ഈ കറി പോലെ കഴിക്കാം. പൊറോട്ടയൊന്നും വേണ്ട, കറി മാത്രം മതി. ഈ പീസിൻ്റെ കൂടെ ഈ കണ്ട നെയ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ബൺ പൊറോട്ട സത്യം പറയാമല്ലോ, ഞാൻ ഒരു പൊറോട്ട കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തൊട്ടിട്ടില്ല. ഇപ്പം നാട്ടുകോഴി ലിറ്റ് ഒന്നും പറയാനില്ല. ലാസ്റ്റ് ഫുഡ് മധുരയിൽ നിന്ന് ട്രൈ ചെയ്താണ്. എൻ്റെ ദിവസം മെയിൻ ദിസ് ഫുഡ് മെയ്ഡ് ബൈ ലൈഫ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്നാ നിങ്ങളുടെ പേരെന്നാ? എൻ്റെ പേര് ബൗൺ. എന്തോ ബൗൺ. ഓക്കെ, ഇത് ഷോപ്പ് നിങ്ങളുടെ ഷോപ്പ് തന്നെയാണ്? ഓക്കെ, താങ്ക്സ് അല്ലേ, താങ്ക് യു വെരി മച്ച്. ഇത് എന്നോട് യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ വീഡിയോ യൂട്യൂബിൽ പോടുറേ. താങ്ക് യു ഇതാട്ടോ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്ങനെ പേരെങ്ങനെയാണ്? വേലു. മൊത്തം ഫുഡ് കഴിച്ചതിൻ്റെ ബില്ലാണ് 328 ആയി. അപ്പം സീരിയസ്ലി എന്താ അടിപൊളി ഫുഡായിരുന്നു എന്നറിയോ, ഒരുപാട് ഇഷ്ടമായി. പ്രത്യേകിച്ച് ബൺ പൊറോട്ട എനിക്ക് അത്ര സെറ്റായില്ല, അത്
ആ മറ്റേ സ്പോട്ടിലേക്ക് പോയി കഴിച്ചാലായിരിക്കും സെറ്റപ്പ്. പക്ഷെ ഇവരുടെ കറി ഹെവിയാണ്. റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആരെങ്കിലും ഈ വശത്തോടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവരുടെ നാട്ടുകോഴി ഒന്ന് ട്രൈ ആക്കി നോക്കിയപ്പോൾ ഹെവിയാണ്. അപ്പം ഇവിടെ കുറച്ച് സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിനിറ്റ്സ് ഇൻ മധുര എന്ന് പറയുന്ന ഒരു സീരീസിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആണ്. ഈ ഒരു സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറ. എനിക്കറിയാം ചെറിയ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് നമുക്ക് കണ്ടിന്യൂറ്റി വേണം, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പുഷ് ചെയ്യണം. അതായിരുന്നു നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് നീക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് നല്ല നല്ല പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് വേണം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി.